മണലൂർ മണ്ഡലത്തിലെ ബൂത്ത് ഏജന്റിനെ ടി.എൻ. പ്രതാപന്റെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സംഘം കയ്യേറ്റം ചെയ്തുവെന്ന് ആരോപിക്കുന്ന എൻ.ഡി.എ പരാതി നൽകിയിട്ടും കേസെടുക്കുന്നില്ലെന്നും പോലീസിനെ തള്ളിമാറ്റി ബൂത്ത് ഏജന്റിനെ വലിച്ചിഴച്ച് പുറത്തു കൊണ്ടുപോയെന്നും എൻ.ഡി.എ സ്ഥാനാർത്ഥി കെ അനീഷ് കുമാർ ആരോപിക്കുകയാണ്. ഈ ദൃശ്യങ്ങൾ അടക്കം കെ അനീഷ് കുമാർ പുറത്തുവിട്ടു. ആ സമയത്ത് പ്രകോപിതനായിട്ടുള്ള ടി.എൻ. പ്രതാപൻ പച്ചത്തെറിയാണ് ആ പോളിംഗ് ബൂത്തിനുള്ളിൽ വെച്ച് വിളിച്ചു പറഞ്ഞു. പച്ചത്തെറി. അതൊരു പത്രസമ്മേളനത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന വാക്കുകളല്ല അദ്ദേഹം അവിടെ പ്രയോഗിച്ചത്. ഇയാളെ ബലമായി, 65 വയസ്സുള്ള ഒരു വ്യക്തിയാണ്, ബലമായി അദ്ദേഹത്തെ പിടിച്ചു മർദ്ദിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ആ ബൂത്തിന്റെ ഉള്ളിൽ ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ഓഫീസർമാര് രണ്ടുപേര്, ആ രണ്ടുപേര് ഈ ബൂത്തിനുള്ളിൽ നടക്കുന്ന അതിക്രമത്തെ തടയാൻ വേണ്ടി കാര്യമായിട്ടുള്ള പരിശ്രമം നടത്തുന്നുണ്ട്. പുറത്തേക്ക് പിടിച്ചു പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറയുന്നതും ഒക്കെ ഞങ്ങൾ പുറത്തുവിട്ടിട്ടുള്ള വീഡിയോ ദൃശ്യങ്ങളിൽ ഇതെല്ലാം കൃത്യമായിട്ടുണ്ട്. പ്രധാന ആളുകൾ ഉള്ളിലേക്ക് വിളിച്ചു കയറ്റുന്നതും അയാളെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരാൻ. ലിഷോയ് വിവരങ്ങളുമായുണ്ട്. ലിഷോയ്, വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട സംഭവമാണ്. ഇപ്പോഴിതാ കെ അനീഷ് കുമാർ, മണലൂരിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി, പറയുന്നത് ഈ മണ്ഡലത്തിലെ ബൂത്ത് ഏജന്റിനെ ടി.എൻ. പ്രതാപന്റെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സംഘം കയറ്റം ചെയ്ത് അത് വലിച്ചിഴച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു എന്നതാണ്. ഈ ദൃശ്യങ്ങൾ കാണുമ്പോഴും ഇന്നത്തെ സംഭവങ്ങളുമായി ചേർത്ത് വയ്ക്കുമ്പോഴും എന്തൊക്കെ വിശകലനം ചെയ്യാൻ കഴിയും? അതായത് ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത്. 205 നമ്പർ ബൂത്തിൽ ഈ സംഭവം ഉണ്ടായ സമയത്ത് അന്ന് ആ ഒരു ഘട്ടത്തിൽ ഈ സ്ഥാനാർത്ഥിക്ക് പുറമെ സ്ഥാനാർത്ഥിയോടൊപ്പം തന്നെ ടി.എൻ. പ്രതാപനോടൊപ്പം തന്നെ ആ ഒരു പ്രദേശത്ത് ഇല്ലാത്ത 4 പേരും ഈ ബൂത്തിനകത്തേക്ക്, പോളിംഗ് ബൂത്തിനകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കെ അനീഷ് കുമാർ, എൻ.ഡി.എയുടെ സ്ഥാനാർത്ഥിയാണ്, അദ്ദേഹം ഒരു പരാതി നൽകിയിട്ടുണ്ട്. കാരണം അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ്: ഈ ടി.എൻ. പ്രതാപനോടൊപ്പം 4 പേർ ബൂത്തിനകത്തേക്ക് കടന്നപ്പോൾ ബി.ജെ.പിയുടെ ഏജന്റ്, ബൂത്ത് ഏജന്റ്, അത് അങ്ങനെ ചെയ്യാൻ പാടില്ല, അവിടെ നിന്ന് പുറത്തിറങ്ങി പോകണമെന്ന് ആവശ്യപ്പെട്ട സമയത്ത് ടി.എൻ. പ്രതാപൻ അസഭ്യം പറയുകയും ചെയ്തു. തിരിച്ച് അതിനെ തടയുകയും അല്ലെങ്കിൽ അങ്ങനെ പറയരുത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ദേഷ്യത്തോടു കൂടി തന്നെ ബൂത്ത് ഏജന്റ് പറയുകയും ചെയ്തു. അതിൽ പ്രകോപിതരായ ടി.എൻ. പ്രതാപനും സംഘവും ഈ ബൂത്ത് ഏജന്റിനെ മർദ്ദിച്ചു എന്നുള്ളതാണ്. പുറത്തു നിന്നുള്ള ആളുകൾ മാത്രമല്ല, ഈ സ്ഥാനാർത്ഥിയടക്കം ബൂത്ത് ഏജന്റിനെ മർദ്ദിച്ച ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. അത് തെരഞ്ഞെടുപ്പിൽ ഈ സ്ഥാനാർത്ഥി അയോഗ്യനാക്കുന്നതിന് വരെ അത്തരത്തിലുള്ള കാര്യങ്ങൾ വരെ ചെയ്യേണ്ട ഒരു കുറ്റമാണ് എന്നുള്ളതാണ്. ഇതിൽ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ ഇന്നലെ ഈ ഒരു സംഭവമൊക്കെ തന്നെ ഉണ്ടായ സമയത്ത് ഈ ബൂത്ത് ഏജന്റ് മദ്യപിച്ചു എന്ന് പറഞ്ഞ് ആരോപണം ഉന്നയിക്കുകയാണ് ടി.എൻ. പ്രതാപനും സംഘവും ചെയ്തതെന്നുള്ളതാണ് അനീഷ് കുമാർ പറയുന്നത്. പക്ഷേ വൈദ്യപരിശോധനയിൽ ആൾ മദ്യപിച്ചിട്ടില്ല എന്ന് വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പോലീസിന്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നും കൃത്യമായ ഒരു കേസ് ഇതിൽ എടുത്തിട്ടില്ല എന്നുള്ളതാണ് അനീഷ് കുമാറിന്റെ മണലൂർ മണ്ഡലത്തിലെ ബൂത്ത് ഏജന്റിനെ ടി.എൻ. പ്രതാപന്റെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സംഘം കയ്യേറ്റം ചെയ്തു, വലിച്ചു പുറത്തേക്ക് കൊണ്ടുപോയി മർദ്ദിച്ചു എന്നതാണ് ആരോപണം. അതുമായി ബന്ധപ്പെട്ട ചില ദൃശ്യങ്ങളും പുറത്തുവിട്ടിരിക്കുകയാണ്. എം.എസ്. ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്.